മക്കളെ മാമനോടൊന്നും തോന്നല്ലേ? എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ നമുക്ക് നോക്കാം. റെഡി? നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രേണു സുധിയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. കുറെ വിശേഷങ്ങളുണ്ട്. പറയുന്നത് പോലെ എന്താ പറയാ, തിരക്കിലാണ്. എന്താണ് ഇപ്പൊ മനസ്സിലാക്കിയതിന് നന്ദി. ഏറ്റവും പുതിയ വിശേഷം പറയാൻ എന്താ ഉള്ളെ? 2-3 വെബ് സീരീസ് സിനിമയൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് പിന്നെ ഒരു അവാർഡ് തരാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയുടെ അവാർഡ് അങ്ങനെ വിളിച്ചിട്ടുണ്ട്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. എന്റെ ഈ നേട്ടത്തിൽ ഒരു മലയാളിയും അഭിമാനം കൊള്ളണം, ഇതൊരാഘോഷമാക്കി മാറ്റണം. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ ഇനിയിപ്പോ ഷൂട്ട്, ഒരു ഫോട്ടോഷൂട്ട്, നടക്കുന്ന കേസ് വല്ലതും ശ്രമിച്ചാ പോരെ ദാസാ. ഒരു വെറൈറ്റി, ഇന്ന് വരെ ചെയ്യാത്തൊരു വെറൈറ്റി ഫോട്ടോഷൂട്ട് വരുന്നുണ്ട്. ചിന്ന ഷോൾഡർ ഡൗൺ, ചിൻ ഡൗൺ, ചിൻ പൊടിക്കാം, ഒരു പൊടിക്കൂടി. ഐസ് ഓപ്പൺ, റെഡി. സത്യം, ദൈവ സത്യമായിട്ടും. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ മരിച്ചു വീഴട്ടെ, ഈ പറഞ്ഞ സത്യം അല്ലെങ്കിൽ. ഞാൻ പറഞ്ഞത് സത്യം അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യാനാ? വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവൂ. യൂറിയ. ഇനി രേണു സുധീൻ തന്നെ പറയും, രേഷ്മ സുധീൻ തന്നെ പറയാൻ. നിങ്ങൾക്കൊക്കെ എന്താടേ? രേണു സുധി തന്നെ, രേഷ്മ സുധി തന്നെയാണ് ഈ പറയുന്ന. സംസാരിക്കുമ്പോൾ സ്വന്തം പേര് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് അല്പത്തരത്തിന്റെ ലക്ഷണമായിട്ടാണ് ഞങ്ങൾ പത്രക്കാര് കണക്കാക്കുന്നത്. ഏതൊരു മനുഷ്യനും ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഓരോ വികാര ഫീലിങ്സ് ഒക്കെ വരും. അതൊക്കെ ഞാനും മനുഷ്യനാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഇതൊക്കെ ഇപ്പൊ എപ്പോഴും പബ്ലിക് ആക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ വരുന്ന ഫീലിങ്സ് എന്തിനാ പബ്ലിക് ആക്കുന്നത്? അത്രേ ഉള്ളൂ. ഇനിയും ചിലപ്പോ കുറച്ച് 2 ദിവസം ഞാൻ പോസ്റ്റ് ഇടും, എനിക്ക് പ്രണയമുണ്ട്. അതെന്റെ ഓരോ ഫീലിങ്സും കാര്യങ്ങളാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് സൂചിച്ചേട്ടനെ എനിക്ക് ഉപേക്ഷിച്ചിട്ട് ഞാൻ വേറെ കെട്ടാൻ പോകുന്നതല്ല, അല്ലെ വേറൊരാളുടെ അടുത്ത് ഞാൻ പ്രണയിച്ച് അവരുമായിട്ട് പോകുന്നതല്ല. എന്റെ തറവാട്ടി പറഞ്ഞ പെമ്പിള്ളാർക്ക് വഴി നടക്കാൻ മേലെന്ന് വെച്ചാൽ ഇത് എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. ഇനിയിപ്പോ ആരെങ്കിലും ഏതെങ്കിലും തരത്തില് ആ ഒരു പ്രണയമുണ്ട് എന്ന് പറഞ്ഞ് ചേച്ചി സമീപിക്കാൻ ഒരുപാട് പേര് പ്രപ്പോസൽസ് വരുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്നെ കഴിഞ്ഞ ദിവസം വന്നു. കേൾക്കാൻ നല്ല രസമുണ്ട്. ആൾ ഡിവോഴ്സ് ആണ്. രേണുവിനെ ഇഷ്ടമാണ്. നേരിട്ട് തന്നെ സംസാരിച്ചു. രേണുവിനെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ കല്യാണത്തെ പറ്റി ഒന്നും തീരുമാനിച്ചിട്ടില്ല. എനിക്കൊരു കല്യാണം വേണ്ട, എനിക്ക് ഇപ്പൊ ഒരു കല്യാണം വേണ്ട മാമ. ഇപ്പോഴോ? അപ്പൊ പിന്നെ എപ്പോഴും? 2 ദിവസം കഴിഞ്ഞിട്ട് മതി മാമ. അയ്യോ, കിട്ടും. അതുപോലെ വേറെ മോളെ പോലെ നോക്കിക്കോളാം. പുറത്തുനിന്നുള്ളൊരു ദുബായിക്കാരൻ മോളെ പോലെ. അതിന് മുന്നേ 2-3 മാസം മുന്നേ മോളെ പോലെ നോക്കിക്കോളാം. സ്വത്തുണ്ട്. കാര്യം സോഷ്യൽ മീഡിയയിൽ എന്ത് വന്നാലും എനിക്ക് വിഷയമല്ല. എന്റെ ഈ പണമുണ്ട്. പണം എനിക്കൊരു പ്രശ്നമല്ല. ഒന്ന് സമ്മതിച്ചാൽ മതി, രേണുവിനെ കിട്ടി. ഒരുപാട് പേര് അങ്ങനെ ഒരു 4-5 പ്രപ്പോസൽസ് എങ്കിലും വന്നിട്ടുണ്ട് കല്യാണം കഴിക്കാന്നുള്ള രീതിയിൽ. ഞാൻ അപ്പോഴൊക്കെ പറഞ്ഞോ, എനിക്കിപ്പോ അങ്ങനെ ഒരു താല്പര്യം. ചേച്ചി ഇപ്പൊ കള്ളമാർക്ക് പോലും ഐശ്വര്യയുടെ പവറാ, പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും? അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ? മക്കളെ മാമനോടൊന്നും തോന്നല്ലേ?